എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഗുഡ് മോർണിംഗ് പറയാണ് കേട്ടോ. ഇത് ശനിയാഴ്ച ദിവസം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ അധികം പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അടപ്പത്തിടാണ്. എപ്പോഴും അമ്മ പറയും അരി നമ്മൾ വെള്ളത്തിലോട്ട് ഇടുമ്പോൾ ഇതേപോലെ കൈകൊണ്ട് കോരിയിടണമെന്ന്. എപ്പോഴൊന്നും ഞാൻ ചെയ്യാറില്ല, ഇടയ്ക്ക് മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ ഇതാ അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചൂടുള്ള പാൽ ഒഴിക്കുമ്പോൾ ഈ മാവ് വെന്ത് പോവില്ലേ, പിന്നെ ശരിക്കും സോഫ്റ്റായിട്ട് കിട്ടില്ല, വേവാതെയൊക്കെയാണ് എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ഇത് സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണ്. എനിക്ക് ഇതേവരെ ഈ ഒരു മാവിൽ ഇതേപോലെ ചൂടുള്ള പാൽ ഒഴിക്കുമ്പോൾ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് അപ്പം കിട്ടിയിട്ടുള്ളത്. പിന്നെ നല്ലതുപോലെ വേവിച്ചിട്ട് തന്നെയാണ് ഞാൻ എടുത്ത് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ബീഫ് കറിയാണ് കൂടുതലും വെക്കാറ്. മിക്ക ശനിയാഴ്ചകളിലും ബീഫ് കറിയാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോവുക. ബീഫിൽ കൂടുതലും കായിട്ട് വെച്ച് കഴിക്കുന്നതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം. അപ്പോൾ ചില ദിവസങ്ങളിൽ അങ്ങനെ മിക്കപ്പോഴും അങ്ങനെ വെക്കുമ്പോൾ ചേട്ടന് ഇഷ്ടമല്ല. അപ്പോൾ ഒരു ശനിയാഴ്ച ബീഫ് കായിട്ട് വെക്കും, ഒരു ശനിയാഴ്ച ബീഫ് വെറുതെ വെക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ബീഫ് കായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ബീഫ് നേരം വൈകിട്ടാണ് വാങ്ങുക. അപ്പോൾ കൂടുതലും അമ്മയാണ് ബീഫ് നന്നാക്കി അത് വെക്കുന്നത്. ഞാൻ 7:30 ആകുമ്പോഴേക്കും ജോലിക്ക് പോകുന്നതുകൊണ്ട് ബാക്കിയുള്ള അരിയലും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ട് പോവും. പിന്നെ സബോളയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ തൊണ്ട് കളഞ്ഞതിന് ശേഷം ആ ഒരു തൊണ്ട് ഇതേപോലെ കവറിലിട്ട് സൂക്ഷിക്കും. അമ്മയുടെ ചെടികളുടെ വളമാണിത്. ഈ സബോളയുടെ തൊണ്ടും മുട്ടത്തോടും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു കവറിലാണ് ഇട്ട് വയ്ക്കുക. അപ്പോൾ അതാ നമ്മുടെ അപ്പം അവിടെ ഓരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ടൈം എന്ന് പറയുന്നത്. മിക്കപ്പോഴും ജോലിക്ക് പോകുമ്പോൾ നേരം വൈകിട്ടാണ് ജോലി സ്ഥലത്ത് എത്താറ്. ഒരു ചീത്ത കേട്ടതിന് ശേഷം ഞാൻ വളരെയധികം മാറിപ്പോയി. അങ്ങനെ ആ ചായ കുടിക്കാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പിള്ളേർക്ക് കുറച്ച് നട്ട്സൊക്കെ രാവിലെ കൊടുക്കും. അങ്ങനെ വെപ്രാളപ്പെട്ട് ജോലിക്ക് പോകേണ്ട സമയമൊക്കെ ആയപ്പോൾ വേഗം ഒരു വെള്ളയപ്പെടുത്ത് തിന്ന് വേഗം റെഡിയായി ഓടിപ്പോയി. അങ്ങനെ ഇന്നത്തെ ദിവസം തന്നെ ചീത്ത കേൾക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ വളരെയധികം നന്നായി പോയിട്ടോ.